യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഞാൻ അവർക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. നമ്മുടെ യേശു കർത്താവ് പറഞ്ഞ ഒരു വചനമാണ്. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. നമ്മുടെ യേശു കർത്താവ് ആരാ? നിത്യജീവൻ നൽകുന്നവനാ. എന്ന് പറഞ്ഞാൽ ശാശ്വതമായ നിത്യമായ ഒരു ജീവനും സൗഭാഗ്യവും നൽകുന്നവനാണ് യേശു. അതാ യേശു പറഞ്ഞു, ഞാൻ അവർക്ക്, എൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക്, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. രണ്ടാമത് പറയുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ കയ്യാൽ പിടിച്ചെടുക്കപ്പെട്ടവരൊന്നും നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ലളിതമായി പറഞ്ഞാൽ യേശുവിന്റെ കാര്യങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് ഓർമ്മിക്കുന്നത്. ശത്രു എത്ര വലിയ പദ്ധതികൾ കൊണ്ടുവന്നാലും നമ്മുടെ കർത്താവ് നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. അടുത്ത വാക്ക് അവിടെ പറയുന്നത് എന്താ? ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല. സുരക്ഷിതരാ നമ്മൾ യേശുവിന്റെ കാര്യങ്ങൾ. പക്ഷെ യേശുവിന്റെ കാര്യങ്ങളിലാകണം. സ്തോത്രം. ആ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാകണം, യേശുവിൽ വിശ്വസിക്കുന്നവരാകണം, യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരാകണം, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാകണം, യേശു ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നവരാകണം. ഇന്ന് പകൽക്കാലം എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുക. നമ്മെ വിടുവിച്ച് ഇതുവരെ കൊണ്ടുവന്ന ദൈവം ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഓർപ്പിക്കുന്നു, അവൻ വിടുവിച്ച് നിങ്ങളെ നടത്തുന്ന ദൈവമാണ്. ഏത് പ്രതികൂലത്തിലാണോ നിങ്ങളിപ്പോൾ, ഏത് പ്രയാസത്തിലാണോ നിങ്ങളിപ്പോൾ, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. എൻ്റെ കയ്യിൽ നിന്നും ആർക്കും നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല. നമ്മളൊരു സെക്യൂരിറ്റി അവിടെ അർപ്പിക്കുക. കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാ. പ്രിയപ്പെട്ടവരെ, എന്ന് കേൾക്കാം. ആപത്തുകൾ വരും, പക്ഷേ ആപത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും. കണ്ണുനീര് വരും, കണ്ണുനീരിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും. പ്രവചന പുസ്തകത്തിൽ പറയും, നിങ്ങൾ വെള്ളത്തിൽ കൂടെ കടക്കും, അതൊന്നും നിങ്ങളെ മൂടുകയില്ല. നിങ്ങൾ തീയിൽ കൂടെ പോകും, അതൊന്നും നിങ്ങളെ ദഹിപ്പിക്കുകയില്ല. കാരണം ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം ഈ മേഖലയിലെല്ലാം നമ്മുടെ കൂടെയുണ്ട്. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞു, പക്ഷെ സിംഹത്തിന്റെ വായടച്ച ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നില്ലേ? 3 ബാലന്മാരെ, ചന്ദ്രക് മേശക് അബേദ്നെഗോ 3 ബാലന്മാരെ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞു. തീയുടെ ശക്തിയെ കെടുത്തി തന്റെ ഭക്തന്മാരെ വിടുവിച്ച ദൈവമല്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സുരക്ഷിതം ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി പറയുക. ഈ ദൈവം ഇനിയും നമ്മളെ വിടുവിച്ച് മുൻപോട്ട് നയിച്ചോളും. നമ്മൾ ദൈവകാര്യങ്ങളിൽ സുരക്ഷിത. ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളെ ഭയത്തെ മാറ്റി നിങ്ങൾക്ക് ധൈര്യം നൽകും. പ്രത്യാശയോടെ കർത്താവിന്റെ കാര്യങ്ങളിൽ നിന്ന് സമർപ്പിച്ചു കൊടുത്താട്ട് കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് കർത്താവേ, എന്നെ അങ്ങനെ കാര്യങ്ങളിൽ സുരക്ഷിതരാക്കി വെക്കണമേ. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പകൽക്കാലം പ്രത്യാശയോടെ മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ എല്ലാവരെയും വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.